ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് പോകുന്നത്. ഇത് ഗ്രാൻഡ് മോസ്കിന്റെ എൻട്രൻസ് നമ്പർ 4 ആണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ 29ാമത്തെ നോമ്പാണ്. ചിലപ്പോൾ അത് നാളെ പെരുന്നാളാവാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് നമ്മള്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇഫ്താറിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഫ്താർ വിശേഷങ്ങളാണ് അബുദാബി ഗ്രാൻഡ് മോസ്കിലെ. ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് ഉണ്ട്, നമ്മളെ ഡ്രസ് കോഡ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ കൈ, തല, അതുപോലെ കാലുകൾ മറയ്ക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. അതേപോലെ ജെൻസിനാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഒന്നും ഇട്ടിട്ട് ഒരിക്കലും അവർ അലോ ചെയ്യൂല. ടോട്ടൽ 7 എൻട്രൻസ് ആണ് ഇതിന്റെ കോമ്പൗണ്ടിലേക്കുള്ളത്. മോള് സ്കേർട്ടായിരുന്നു വേറെ ഇതുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് നമ്പർ 6ന്റെ അടുത്തായിട്ട് ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. അവിടെ ഇതുപോലത്തുള്ള എല്ലാ ഡ്രസ്സുകളും അവിടെ വാങ്ങാൻ കിട്ടും നമുക്ക്. ഞങ്ങൾ ഇതിന് മുൻപൊക്കെ പോയ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ഐഡി കാണിച്ചപ്പോൾ അവിടുന്ന് അബായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതൊന്നും കണ്ടില്ല, അതൊക്കെ ഒഴിവാക്കി എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ നമ്മളതൊക്കെ കരുതിയിട്ട് വേണം പോകാൻ കേട്ടോ. പിന്നെ ഷെയ്ഖ് സായിദ് മോസ്ക് എന്ന് പറഞ്ഞതിൽ 30 ഏക്കറിൽ പരന്ന് കിടക്കുകയാണ്. അത് 1994 ഇത് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. അങ്ങനെ 2007 ഇനാഗുറേഷൻ ചെയ്യുകയും ചെയ്തു, പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഈ ഗ്രാൻഡ് മോസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 40,000-ൽ അധികം ആൾക്കാർക്ക് ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കാർപ്പറ്റ് ഉള്ളത് ഇവിടെയാണ്. ഖലീക്കി എന്ന ഒരു ഇറാനിയൻ ഡിസൈനറാണ്. ഏകദേശം 2 വർഷത്തോളം എടുത്തിട്ടാണ് ഈ കാർപ്പറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യണം. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് പല എമിറേറ്റ്സിൽ നിന്നും ആൾക്കാർ വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ ഫാമിലീസിനും അതേപോലെ ബാച്ചിലേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒരു ഇഫ്താറിനെങ്കിലും ഇവിടെ വന്ന് കൂടണം എന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും അത് നടന്നു. എല്ലാവരും തന്നെ ബാങ്ക് വിളിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് വിളിക്ക് ശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഇവിടെ 30,000-ലധികം ആൾക്കാരാണ് ഇന്ന് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇഫ്താറൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായിട്ട് മഗ്രിബ് നിസ്കാരത്തിനായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ സമയം 10:30. അപ്പോൾ ഞങ്ങൾ മെല്ലെ തിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണൊന്നും കൂടുന്നില്ല. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമുക്കൊരു പ്രചോദനമാവും ചെയ്യും. അപ്പോൾ പുതുതായുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. വീണ്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ്.